പക്ഷെ വീണ തേക്കണ്ടിയെ ഇന്നലെ ചോദ്യം ചെയ്തു. 10 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം വീണ തേക്കണ്ടി തിരിച്ചു വന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇതൊരു സ്ഥിരം കാര്യമായി മാറി. വീണ തേക്കണ്ടി വിളിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, പറഞ്ഞു വിടുന്നു. പക്ഷെ ഇന്നലത്തെ ചോദ്യം ചെയ്യൽ അങ്ങനെയല്ല. ഇന്നലെ കൃത്യമായി അത് പിണറായിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഇനി 3ാം ഘട്ടം കൂടി, 1-ൽ പിഴച്ചാൽ 3-ൽ എത്തുമ്പോൾ വീണയുടെ അറസ്റ്റ് ഉണ്ടാകുമോ? വീണയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ പോയാലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് ആർക്ക് വേണ്ടി ചെയ്താലും ചെയ്തയാളാണല്ലോ 1ാം പ്രതി. അതെ, പിണറായി വിജയനെ ഈ കേസിൽ എങ്ങനെ ഉൾപ്പെടുത്തിയാലും പിണറായി 1ാം പ്രതിയാവില്ല. കാരണം ചെയ്യിച്ചവൻ ഒക്കെ 2 3 പ്രതിയാവുള്ളൂ. 1ാം പ്രതി എപ്പോഴും ആരാണോ ആക്ഷൻ ചെയ്തത് അവരായിരിക്കുമല്ലോ. കൊല്ലാൻ പറഞ്ഞയച്ചവൻ അപ്പോഴും 2ാം പ്രതിയോ ഉപപ്രതികളെ ആവുന്നുള്ളൂ. അപ്പോ ഇതിലിപ്പോ ഏറ്റവും ഈ കേസ് അന്വേഷണം നേരായ വഴിക്ക് പോകുന്നു എന്ന് വേണം കരുതാൻ. ഇനി അതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ചില അപകടങ്ങളുണ്ട്. ഈ കേസ് വീണ പ്രതിയാണെന്നും വീണ ഏതൊക്കെ തരത്തിലാണ് ഇൻവോൾവ് ചെയ്തത് വളരെ സിമ്പിളാണ് കാര്യം. എക്സാലോജിക് എന്ന കമ്പനി എന്തിനുണ്ടാക്കിയതാണ്, ആ കമ്പനിയുടെ യഥാർത്ഥ സേവനം എന്താണ്, അതിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്, ആരാണ് അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആരാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ഇൻവെസ്റ്റ്മെന്റിന്റെ സോഴ്സ് എന്താണ്, എന്നിട്ട് ഈ കമ്പനി ഇതുവരെ ചെയ്തത് എന്താണ്. ഏതെങ്കിലും ഭൂമിയിലെ കരിമണൽ കമ്പനിക്ക് വല്ല സേവനവും ഇതിനു മുമ്പ് ഇവർ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ പരിശോധിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് SFIO ചോദ്യത്തിൽ ചോദിച്ചപ്പോൾ അത് പുറത്തു വന്നു. അതിൽ ചോദിച്ചിട്ടുണ്ട് SFIO, ഇതിനു മുൻപ് നിങ്ങൾക്ക് കരിമണൽ ഏതെങ്കിലും കമ്പനിയിൽ പ്രവൃത്തി പരിചയമുണ്ടോ? അപ്പൊ ഇല്ല എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ അനുഭവമാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഈ കരിമണൽ കമ്പനിക്ക് എന്ത് സേവനമാണ് ചെയ്തു കൊടുത്തതെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയ യാതൊരു സേവനവും എൻ്റെ കയ്യിലില്ല എന്നും അങ്ങനെ വല്ലതും ചെയ്തു കൊടുക്കാനുള്ള യാതൊരു ജ്ഞാനവും ധാരണയും പ്രതിഭയും സ്കില്ലും ഒന്നും എൻ്റെ കയ്യിലില്ല എന്നും ആ കുട്ടി സമ്മതിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഈ കാശ് എന്തിനു വന്നു, ഈ പണം സ്വീകരിച്ചത് എന്തിനാണ്? 2.78 കോടി വാങ്ങിച്ചില്ലേ, അതെന്തിനായിരുന്നു? അത്രയും വലിയൊരു തുക ഒരു കമ്പനി അങ്ങയുടെ ഒരു പേപ്പർ കമ്പനിക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ ആ പേപ്പർ കമ്പനിക്ക്, ആ കമ്പനിയിൽ വേറെ സ്റ്റാഫ് ഉണ്ടോ? അതൊന്നും ആലോചിച്ച് നോക്കൂ. എക്സാലോജിക്കിന്റെ സ്റ്റാഫ് ആരാണ്, പ്ലാന്റ് എവിടെയാണ്, ഓഫീസ് എവിടെയാണ്, തുടങ്ങിയ ചോദ്യങ്ങൾ വരുമല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതൊരു കടലാസ് കമ്പനിയാണെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ കടലാസ് കമ്പനി എന്തിനുണ്ടാക്കി, ആരുണ്ടാക്കി? AKG സെന്ററിന്റെ അഡ്രസ്സാ കൊടുത്തേക്കുന്നത്. അതെ, AKG സെന്ററിൽ എക്സാലോജിക് കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ ഭീകരമാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എക്സാലോജിക് AKG സെന്റർ തന്നെ കമ്പനിയാണോ എന്ന കാര്യം ആളുകൾ സംശയിച്ചു തുടങ്ങിയിരുന്നു. അപ്പോ അതിനകത്ത് വേറെ ഉപകമ്പനികൾ ധാരാളം പ്രവർത്തിക്കുന്നു അല്ലേ അർത്ഥം. അപ്പൊ ഈ ചോദ്യം ന്യായമാണ്. ഇങ്ങനെ വന്നാൽ എന്തിന്? അപ്പോ അവസാനം ശരിയായ ഉത്തരത്തിലേക്ക് ആ കുട്ടി വരേണ്ടി വരും. ഞാനല്ല സർ, ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല, ഞാൻ എൻ്റെ അച്ഛനെ അനുസരിച്ചിട്ടേ ഉള്ളൂ, എന്നും അങ്ങനെയാണ്. അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കോളേജിൽ പോയി, അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കമ്പനി ഉണ്ടാക്കി, അച്ഛൻ പറയാതെ ഒരൊറ്റ പണി ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് അച്ഛനറിയാതെ കല്യാണം കഴിച്ചതാണ്, അതിലെനിക്കൊരു കുട്ടി ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അച്ഛനെ കണ്ടിട്ടാവാം രണ്ടാമത് ഒരാൾ എന്നെ കല്യാണം കഴിച്ചു. ആദ്യ വിവാഹം പിണറായി വിജയൻ അറിയാതെയാണ് ആണല്ലോ. കൂടെ ഒരു ലിവിങ് ടുഗദർ എന്തോ ആയിരുന്നു അത്. അങ്ങനെ അത് വിവാഹം പിണറായി വിജയന്റെ മോള് അങ്ങനെ വിവാഹം കഴിച്ച വാർത്ത കേട്ടിട്ടുണ്ട്. നീ ആരെങ്കിലും ഇവരാണെങ്കിൽ ഈ 10 പേര് അറിയേണ്ടത് 1000 പേര് അറിയിച്ച് ചെയ്യുന്ന ടീമാ. അതെ, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് പണ്ട് പാർട്ടി പറഞ്ഞിരുന്ന പോലെ അത് തന്നെ സിനിമാ സ്റ്റൈലിൽ അവര് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു രക്തഹാരം അങ്ങോട്ടും ശ്രീനിവാസൻ പറഞ്ഞ പോലെ കല്യാണം കഴിക്കുന്ന ആരുണ്ട്? ഞാൻ പലപ്പോഴും ഒരു നാരങ്ങ വെള്ളോ ഒരു ദിനേശ് വീഡിയോ ഒക്കെ കൊടുത്ത് കല്യാണം കഴിക്കണം എന്നാണ്. അങ്ങനെ കല്യാണം കഴിച്ച ആരാ ഉള്ളത്? ഓരോ നേതാക്കന്മാരുടെ CPM-ന്റെ CPI-യുടെ ഒക്കെ ഒരു നേതാക്കന്മാർ നടത്തിയ കല്യാണത്തിന്റെ ആഡംബരം എത്ര. ഏറ്റവും ഒടുവിൽ കണ്ടില്ല ജോൺ ബ്രിട്ടാസിന്റെ കല്യാണം എന്ത് ഭീകരമായിട്ട് നടത്തി എല്ലാവരും. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ കല്യാണം കഴിച്ചൊക്കെ രണ്ടാമത്തെ കേസ്. അപ്പൊ ഇപ്പോ ഒടുവിൽ കാര്യം പറയേണ്ടി വരും. ഇത് പിണറായി വിജയനാണ് എന്നെ കൂടെ മുഖ്യമന്ത്രി, എന്റെ അച്ഛൻ ജയിച്ചതാണെന്ന് പറയും. അപ്പൊ റിയാസ് ഇതിൽ പെടുവോ മാഷേ? കാരണം റിയാസ് ഇടയ്ക്ക് വന്ന് കയറിയ ആളാണ്. അപ്പൊ ഇടയ്ക്ക് വന്ന് കയറിയ ആൾക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമോ? പൂർവ്വകാല പ്രാബല്യം ഉണ്ടാവില്ല, കാരണം മുമ്പുള്ള കുട്ടിയിലില്ലല്ലോ. അതുപോലെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോ ഇതിലിപ്പോ അതിനുശേഷം തീർച്ചയായിട്ടും വീണ വിജയന്റെ നടപടിക്രമങ്ങളെ പിന്തുണക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണല്ലോ, ഭർത്താവ് എന്ന നിലയിൽ. അപ്പൊ ഇപ്പോ ഇത് ഒരു പുതിയ വഴിത്തിരിവാണ്. വഴിത്തിരിവ് എന്താ? വീണ വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ? ഇനി അറസ്റ്റ് ചെയ്താൽ തന്നെ ദുർബലമായ വകുപ്പുകളിലെ ആ കുട്ടിയെ പെടുത്താനാവൂ. കാരണം അനുസരണയുള്ള ഒരു മകൾ എന്ന നിലയിൽ, അച്ഛന്റെ അനുസരണയുള്ള ഒരു മകൾ എന്ന നിലയിൽ അച്ഛൻ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു കൊടുത്തു.
എന്ന് മാത്രമായിരുന്നു എന്ന് ഈ കുട്ടി പറഞ്ഞാൽ അങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഇതെന്താവുന്നറിയാം. പിന്നെ സംഭവിക്കാൻ പോകുന്നത് ചില അപകടം പതിയിരിക്കുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ തണലിൽ നിന്നുകൊണ്ട് പണം ഉണ്ടാക്കാൻ ബോധപൂർവമായി ഇന്റൻഷനലി ചെയ്തൊരു ക്രൈമാണെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കൊടുത്ത് തീർക്കാം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ ഒരു മുഖ്യമന്ത്രിയുടെ മറവിൽ മക്കള് കാശുണ്ടാക്കുന്ന ചന്ദൻ ബസു ഒക്കെ ബംഗാളിൽ ചെയ്തതുപോലെ, ജ്യോതി ബസുവിന്റെ മോൻ ചന്ദൻ ബസു ഇതുപോലെ കാശുണ്ടാക്കിയ ഒരാളാണ്. ഒരു ഘട്ടത്തിൽ പിടികൂടപ്പെടുന്നത് വരെ ഇദ്ദേഹത്തിന്റെ പേരിലും ഉണ്ടായിരുന്നു. VSന്റെ മോനുണ്ടല്ലോ അരുൺകുമാർ, അദ്ദേഹത്തിന്റെ പേരിൽ ഇത്ര ആരോപണമുണ്ട്. പക്ഷെ VS സമയത്തിന് മണത്തറിഞ്ഞിടപെട്ടു, കൃത്യമായിട്ട് ഇടപെട്ട് തടഞ്ഞു. അപ്പോൾ അത്തരം മക്കളുടെ പേരിൽ ആരോപണങ്ങൾ വരാം. പിണറായി വിജയൻ ഇപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് പലതരം ബിസിനസ് ഇടപാടുമുണ്ട്. അതൊക്കെ അപ്പോൾ മക്കൾ നടത്തിയ ഒരു ക്രൈമായിട്ട് അവസാനിച്ചാൽ അതിന്റെ ഒരു ഗുണം ആ കേസ് അത് പാർട്ടിക്ക് നല്ലതാ. അച്ഛന്മാര് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മക്കള് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് നടത്തുന്നതിന് എനിക്കെന്ത് ഉത്തരവാദിത്തമാണ്? അതിൽ ലാഭമോ നഷ്ടമോ ഒക്കെ ഉണ്ടാവും. അതിൽ തെറ്റുപറ്റിയെങ്കിൽ അവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. അതിന് പകരം ഇനി സംഭവിക്കാൻ പോകുന്ന അപകടം, ഈ നടത്തിക്കൂട്ടിയത് മുഴുവനും എൻ്റെ ബുദ്ധി അനുസരിച്ചല്ല, ഞാൻ ഇന്റൻഷനലി ചെയ്തതല്ല, അച്ഛനെ അനുസരിക്കുകയായിരുന്നു എന്നാണ് വീണ പറയുന്നതെന്ന് വെച്ചോളൂ. അപ്പോഴാണ് അപകടം 2-3 തരത്തിലുണ്ട്. ഒന്ന്, സമ്പൂർണമായിട്ടും അത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി എന്ന നിലയിൽ കാണിച്ച ചരിത്രപരമായ വലിയ പ്രത്യക്ഷമായ അഴിമതിയായിത്തീരും. അതിന്റെ എത്രയോ ഇപ്പൊ പുറത്തു വന്ന ഈ 2.78 കോടിയും 200 കോടിയും ഒന്നും ആവില്ല. കരിമണൽ കർത്താവിന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത വഴിവിട്ട സഹായങ്ങളുടെ പ്രതിഫലമാണെന്ന് വരും. അപ്പോ അന്വേഷണം നേരായ വഴിക്ക് പോയാൽ എത്ര കോടിയാണ് ആ വകയിൽ പിണറായി വിജയനും അനുയായികളും കൈപ്പറ്റിയിട്ടുള്ളതെന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ഇതാണ് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേരിടാൻ പോകുന്ന അപകടം. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഒരാൾ ഇത്ര വലിയൊരു അഴിമതി നടത്തുന്നത് ആദ്യമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തും. ഇനി അതിന്റെ രണ്ടാമത്തെ അപകടം എന്താ വെച്ചാൽ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ചെയ്ത കുറ്റമാണെന്ന് വരുമ്പോൾ വേറെ ചില ലൂപ്പ് ഹോൾസ്, രക്ഷപ്പെടാനുള്ള സാധ്യതകളും നമ്മൾ കാണാതിരുന്നുവിടാ. ഒന്നാമത്തെ സാധ്യത, ഗവൺമെന്റ് ചെയ്ത കുറ്റമാകുമ്പോൾ, മുഖ്യമന്ത്രി ചെയ്ത കുറ്റമാകുമ്പോൾ, മുഖ്യമന്ത്രിക്ക് 12 ഉപദേഷ്ടാക്കളുണ്ട്. മുഖ്യമന്ത്രിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്ത ഭൂമിയിലെ അപൂർവ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥനോ, പിന്നെ മാത്രമല്ല 10ാം ക്ലാസ്സും ഗുസ്തിയുമായി ചെന്നിട്ട് കോടീശ്വരനായി തീർന്ന ഒരാൾ കഴിഞ്ഞ ദിവസമാണ് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പിണറായി വിജയന്റെ കൂടെ വന്ന CM രവീന്ദ്രൻ. ഒരു ഷെയ്ഡി ക്യാരക്ടറാണ്. അപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ചുമതല മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഒരാളുടെ ചുമലിലിട്ടിട്ട് ഒരു ഡീൽ ഉറപ്പിച്ചിട്ട് നീ അത് ഏറ്റെടുത്തോ തൽക്കാലം, എന്നാ ദുർബലമായ വകുപ്പുകൾ, മുഖ്യമന്ത്രി ഭരണപരമായ നടപടിയാണ്, രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ വകുപ്പുകൾ ചേർത്ത് രക്ഷപ്പെടുകയും ചെയ്യാം. CN രവീന്ദ്രന് പറ്റിയ കക്ഷിയാണ്. അറിയാലോ, 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ? അദ്ദേഹമാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോ CM രവീന്ദ്രനെ പോലുള്ള കക്ഷികളുണ്ട്, ശിവശങ്കറിനെ പോലുള്ള അദ്ദേഹം പണം മാത്രമേ ആവശ്യമുള്ളൂ. ജയിലിൽ കിടക്കണോ ഒരു പ്രശ്നമില്ല, കേസെടുക്കണോ എടുത്തോ, അറസ്റ്റ് ചെയ്യണോ ചെയ്തോ എന്ന് പറയുന്ന പണമല്ലാത്ത മറ്റൊരു ദൈവവും ഇല്ലാത്ത കുറെ ആളുകൾ അതിലുണ്ട്. അവരെ ഏറ്റെടുത്തിട്ട് ഈ കേസിനെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചു വിടാം. 2, പിണറായി വിജയൻ നേരിട്ട് പ്രതിയാവുകയാണെങ്കിൽ പിണറായി വിജയനെ രക്ഷപ്പെടുത്താനുള്ള പൊളിറ്റിക്കൽ നെക്സസും ഇപ്പോൾ കേരളത്തിൽ സാധ്യമാണ്. നേരത്തെ അനുഭവം ഉണ്ട്. പിണറായി വിജയൻ ഒരു പക്ഷേ എന്നോ അകത്താകുമായിരുന്ന കൊലപാതക കേസിലെ യാതൊരു സംശയവും, അന്നം തിന്നുന്ന ഒരു മലയാളിക്കും സംശയമില്ലല്ലോ TP ചന്ദ്രശേഖരനെ കൊന്നതിൽ പിണറായി വിജയന് പങ്കുണ്ടെന്ന്. എന്തേ പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്താതെ പോയത്? കോൺഗ്രസ്സുകാർ വേറെ എന്തൊക്കെ CPMനെതിരെ ഗീർവാണം പറഞ്ഞാലും ആ കേസിൽ പിണറായി വിജയൻ രക്ഷപ്പെടുത്തിയത് കോൺഗ്രസ് അല്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? അപ്പൊ ഇതാണ് ഈ പൊളിറ്റിക്കൽ നെക്സസ്. അങ്ങനെ ഒരു സാധ്യത. ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അതേ ആഭ്യന്തരമന്ത്രി നിർഭാഗ്യവശാൽ ഇപ്പോഴും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ സാധ്യത. 3, പിണറായി വിജയന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇപ്പോഴും മലയാളിക്കും ഇന്ത്യക്കാർക്കും മനസ്സിലായിട്ടില്ലാത്ത ദുരൂഹമായ ഒരു ചരിത്രമുണ്ട്. അതെന്താണ്? പിണറായി വിജയൻ പ്രതിയാവേണ്ട കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം നടത്തി രജിസ്റ്റർ ചെയ്ത കേസുകളിലൊക്കെ പിണറായി വിജയൻ ഏതൊക്കെയോ കാരണങ്ങളാൽ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അത് SNC ലാവലിൻ ഉൾപ്പെടെയുള്ള കേസിൽ നമ്മൾ കണ്ടതാണ്. കേസുകൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസിയാണ് CBIയുടെ കോടതിക്ക് 40 തവണ കേസ് മാറ്റിവെക്കാൻ. ഇന്ന് പനിയാണെങ്കിൽ നാളെ ജലദോഷമാണ്, മറ്റന്നാൾ വയറിളക്കാണ്, വീഡിയോ എടുത്തത് പക്ഷെ വില പോയില്ല. മറ്റന്നാള്
ആ വക്കീലിന് അസൗകര്യം, പിറ്റേന്ന് പ്രോസിക്യൂട്ടർക്ക് അസൗകര്യം, വെള്ളരിക്കപ്പെട്ടണോ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ സംശയിക്കുന്നത് പിണറായി സത്യത്തിൽ ഈ കേസ് വീണ വിജയന്റെ തലത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടും. വീണ വിജയനിൽ നിന്ന് ഈ കേസ് സമർത്ഥമായി തെന്നിമാറി പിണറായി വിജയനിലേക്കും ഗവൺമെന്റിലേക്കുമാണ് പോകുന്നതെങ്കിൽ ഈ കേസ് നമ്മുടെ 1000 കേസുകളിൽ രാഷ്ട്രീയക്കാർ നേരിട്ട 1000 കേസുകളിലൊന്നായി TP ചന്ദ്രശേഖരൻ കേസ് പോലെ തേഞ്ഞു മാഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതാണ് ഇന്നത്തെ ഡെവലപ്മെന്റ്. നമുക്ക് കാണാം ബാക്കി കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.